നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് സൗദി അറേബ്യയിലെ ജുബൈലിലാണ്. ഒയാസിസ് ബിസിനസ് സിസ്റ്റംസ് എന്ന കമ്പനിയുടെ CEO മിസ്റ്റർ അബ്ദുസ്സലാം മരഞ്ചാട്ടിയെക്കുറിച്ചാണ്. ഒരുപാട് സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിവിച്ച അദ്ദേഹം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഒയാസിസ് ബിസിനസ് സിസ്റ്റംസ് എന്ന കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും 20 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ ശ്രീ അബ്ദുസ്സലാം സാറിനെ വിരുന്നിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നൊന്ന് പറയാമോ? വളരെ സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും ആണ് ഗൾഫിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിലേക്ക് വരുന്നത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ്. 1995 ഏപ്രിൽ മാസത്തിൽ ഞാൻ സൗദി അറേബ്യയിൽ എത്തുന്നത്. അതും ഒരു സാധാരണ ജോലി ആയിട്ട് തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ 1995 വരുന്നത്. പലർക്കും ആ ഒരു സത്യം അറിയില്ല. അങ്ങനെ ആർട്ടിസ്റ്റായിട്ട് ജീവിതം ആരംഭിക്കുകയും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവിടെ ബോർഡ് എഴുതുകയും അവരുടെ വാഹനങ്ങളുടെ പേരെഴുതുകയും ആ കമ്പനിയുടെ ആവശ്യമായ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ എഴുതുക എന്നുള്ള ഒരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ സൗദിയിൽ വരുന്നത്. ചില സാമ്പത്തിക പ്രതിസന്ധി കമ്പനിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ചില ഡൈവേഴ്സിറ്റി ലൈഫിൽ വരുന്നുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ 5 മണി വരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 5 മണിക്ക് ശേഷം കോബാർ ടൗണിൽ നമ്മൾ പാർട്ട് ടൈമായിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി. അങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അമ്മോനുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു പഴയ കമ്പ്യൂട്ടർ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ആണ് ഈ മറ്റൊരു മേഖലയുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ടച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം കമ്പനിയിൽ ശമ്പളം 5 മാസത്തോളം കിട്ടാത്ത ഒരവസ്ഥ വന്നു. അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് തന്നെ 700 റിയാലാണ് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ വരുമ്പോഴുള്ള ശമ്പളം. അതിൽ തന്നെ നമ്മളെ ഭക്ഷണത്തിൻ്റെ പൈസ കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അന്നൊക്കെ ഒരു 1000 രൂപ അയക്കാൻ 127 റിയാൽ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നാട്ടിൽ 1000 രൂപ എത്തുള്ളൂ. ആ ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഉള്ള സമയത്ത് 5 മാസം ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു പരിധിവരെ കുളിക്കാൻ സോപ്പില്ലാഞ്ഞിട്ട് ഞങ്ങൾ തുണി കഴുകുന്ന ടൈഡ് കൊണ്ട് കുളിച്ച ഒരു ചരിത്രം ഈ കോബാറിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ദിവസം ജോലിക്ക് പോകാതിരിക്കുകയും എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്ന് അന്വേഷിക്കാൻ ഞങ്ങളുടെ റൂമിൽ ഞങ്ങളുടെ സ്പോൺസറുടെ മകൻ വരികയും മാനേജറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ കാണാൻ ഇട വന്നു. ആരാണ് ഈ കമ്പ്യൂട്ടർ ആരുടെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെയാന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അദ്ദേഹം അത് എന്നെ കൊണ്ട് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നീട് എന്നെ ഒരു ഓഫീസ് ജോലിയിലേക്ക് ഇൻ്റർവ്യൂവിന് കമ്പനി പറഞ്ഞയക്കുകയും അറംകോയിൽ ഒരു ഓഫീസ് ജോബിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ഒരു ഓഫീസ് ജോബും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അത് 1999 ലാസ്റ്റ്, അതായത് 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്നത്. അന്നത്തെ ആ ഒരു സാധാരണക്കാരൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ താങ്കൾ അംഗീകരിക്കുകയും ചെയ്തു. അന്നത്തെ ഒരു അവസ്ഥയും ഇന്നത്തെ കമ്പനിയുടെ ഇത്തരത്തിലുള്ള താങ്കളുടെ ഒരു ലൈഫിനെ കുറിച്ച് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ ജീവിതത്തിൽ പലതും അച്ചീവ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുന്നു എന്നത് ഒരു സത്യമാണ്.
പക്ഷേ അതിൻ്റെ കാരണത്താൽ സാധാരണക്കാരൻ എന്ന ഒരു യഥാർത്ഥ ഒരു മനസ്സിൻ്റെ ഉടമ ഒരിക്കലും മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് തന്നെ എനിക്ക് അത്രയും കണ്ട് ഒരു മറുപടി നൽകാൻ കഴിയില്ല. ഞാനിന്നും സാധാരണക്കാരനാണ്. എങ്ങനെയാണോ ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്നത്, ഇപ്പോഴും ഞാൻ വെക്കേഷൻ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരനായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, സാമ്പത്തികമായി ചില അഭിവൃദ്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അതെൻ്റെ വ്യക്തിത്വത്തെ ബാധിച്ചു എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു മറുപടി എനിക്ക് പറയാൻ. താങ്കൾ പണ്ട് ഇൻ്റർവ്യൂവിന് പോയ താങ്കൾ ഇന്ന് പല രാജ്യങ്ങളിൽ പോയി ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്കാരെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് ഈ ഒരു ചോദ്യത്തോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ഞാനിപ്പോൾ ബിസിനസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ്. അത് വേൾഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കമ്പനികളും, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ മുഴുവനും ഫോക്കസ് ചെയ്യുന്ന വേൾഡിലെ ഒരു നോട്ടിഫൈഡ് പ്രദേശം തന്നെയാണ് ജുബൈൽ. അപ്പോൾ ജുബൈലിൽ തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള എൻ്റെ സ്റ്റാഫുകളും മാർക്കറ്റിംഗ് സ്റ്റാഫുകളും എൻജിനീയേഴ്സും വിവിധ രാജ്യങ്ങളിൽ നിന്നും കഴിവുള്ളവർ ആയിരിക്കണം. അത് ഒരു നാട്ടിൽ നിന്നും ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് മാത്രം ആളുകളെ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ അത് മാർക്കറ്റിനെയും ബിസിനസ്സിനെയും ബാധിക്കും എന്നല്ല, മറിച്ച് നമ്മൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ബിസിനസ് ഫോക്കസ് ചെയ്യുന്നതും ഒരു വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു വ്യാവസായിക മേഖലയാണ്. എത്ര വർഷം കൊണ്ട് എത്ര പ്രയാസങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കിയത്? താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളരെ ചുരുക്കം ചില ആളുകൾ തന്നെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ കലാകാരനിൽ നിന്നും ബിസിനസ്സുകാരനിലേക്കുള്ള. എങ്ങനെയാണിത് താങ്കളുടെ ഈ ഒരു ചോദ്യത്തോട് എങ്ങനെയാണ് താങ്കളുടെ ഉത്തരം? അത് സത്യത്തിൽ എൻ്റെ ഗ്രാമം തന്നെയാണ് അതിൻ്റെ കാരണം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ മരഞ്ചാട്ടിയിലെ പ്രഭാത് ലൈബ്രറി എന്ന് പറയുന്ന പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന പുസ്തകങ്ങൾ, ഞാൻ എടുത്തു കൊടുക്കുന്ന പുസ്തകങ്ങൾ, അലമാരയിലുള്ള പുസ്തകങ്ങൾ, അവയിലൂടെ ഞാനിങ്ങനെ കണ്ണോടിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് KP കേശവമേനോൻ, മാധവിക്കുട്ടി, സുകുമാർ അഴീക്കോട്, ഇങ്ങനെ പ്രമുഖരായ വ്യക്തികളുടെ എഴുത്തുകൾ മുന്നിലൂടെ കടന്നു വരുമ്പം എൻ്റെ മുമ്പിൽ ഗ്രാമം എന്ന കവാടത്തിനപ്പുറത്തേക്ക് ഒരു വലിയ ലോകം തുറന്നിരുന്നു. അപ്പം ആ വായനയാണ് സത്യത്തിൽ എന്നെ ഒരു വലിയ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഞാൻ വലിയ ബിസിനസ് പ്രമുഖരുടെ പുസ്തകങ്ങൾ എൻ്റെ അലമാരയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, വാറൻ ബഫറ്റിൻ്റെയും ഒക്കെ. അപ്പം അറിവുകൾ, വായനയുടെ അറിവ് ആണ് എൻ്റെ മുന്നിലേക്ക് ബിസിനസ്സിൻ്റെ വലിയ ഒരു മേഖല തുറന്നത്. കൂടാതെ ഞാൻ ജുബൈലിൽ ജോലി ചെയ്തത് സാബിക് എന്ന് പറയുന്ന സൗദി ബേസിക് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഗവൺമെൻറ് ഫേമിൻ്റെ VP-യുടെ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ്. അദ്ദേഹം ആയിരുന്നു ജുബൈലിലെ ഈ സാബിക്കിൻ്റെ മിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളുടെയും ഇവാലുവേഷനും അതിൻ്റെ പ്ലാനിങ്ങുകളെല്ലാം ചെയ്യുന്നതിൽ ഒരു പ്രധാന കണ്ണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തു എന്നത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വൻകിട മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ച് അറിയാനും അവരുടെ ജുബൈലിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും ജുബൈൽ ഇൻഡസ്ട്രിയൽ മേഖലയെക്കുറിച്ച് അറിയാനും ഒക്കെ വലിയ സഹായം എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഒരു ബിസിനസ് എന്നുള്ള മേഖലയിലേക്ക് എത്തിപ്പെടാൻ എനിക്കൊരു സാഹചര്യം കിട്ടി. ഇപ്പോൾ കമ്പനി നടത്തി വരുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലയിലാണ് താങ്കളുടെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുള്ളത്? മെയിനായിട്ട് ഒയാസിസ് ബിസിനസ് സിസ്റ്റം ഫോക്കസ് ചെയ്തിരിക്കുന്നത് സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ, ഈ 3 വർക്കുകളും. അത് മെയിൻ്റനൻസും ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. സിവിലാണെങ്കിൽ എക്സ്കവേഷൻസ്, ആസ്ഫാൾട്ട്, റോഡ് വർക്കുകൾ, ഫൗണ്ടേഷൻ വർക്കുകൾ, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ആവശ്യമായിട്ടുള്ള എല്ലാ സിവിൽ വർക്കുകളും കമ്പനി ചെയ്യുന്നുണ്ട്. മെക്കാനിക്കലിലാണെങ്കിൽ വലിയ കൺവെയർ ബെൽറ്റുകളും മെഷീനറീസുകളുടെ ഫിക്സിങ്ങും എന്തെങ്കിലും മെക്കാനിക്കൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എൻജിനീയേഴ്സ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള എൻജിനീയേഴ്സ് ഉണ്ട്, അവർ സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിനാവശ്യമായ മെയിൻ്റനൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. ഒയാസിസ് ബിസിനസ് സിസ്റ്റം സാബിക്കിൽ രജിസ്റ്റേർഡ് വെണ്ടറാണ്. അറംകോ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയിൽ രജിസ്റ്റേർഡ് വെണ്ടറാണ്.
ഒയാസിസ് ബിസിനസ് സിസ്റ്റം മാദിനിൽ രജിസ്റ്റേർഡ് വെണ്ടറാണ്. മറാഫിക്, തെസ്നി, സഹാറയിൽ ഗ്ലോബൽ കോൺട്രാക്ടറാണ് ഒയാസിസ് ബിസിനസ് സിസ്റ്റം. അങ്ങനെ പെട്രോകെമിക്കൽ ഫീൽഡുകളിൽ ഉള്ള മിക്കവാറും എല്ലാ നല്ല കമ്പനികളുമായിട്ട് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ജോബ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനും അതിൽ സക്സസ് ആവാനും അവരുടെ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കരഗതമാക്കാനും ഒയാസിസിന് കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ കമ്പനിയിൽ താങ്കൾ മുറുകെ പിടിക്കുന്ന വിജയത്തിൻ്റെ മൂലകങ്ങൾ എന്തൊക്കെയാണ്? ഒയാസിസ് ബിസിനസ് സിസ്റ്റം പ്രൊജക്ട്സ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ഒരു ആശയം തോന്നിയപ്പോഴേ ഞാൻ അന്വേഷിച്ച് നടന്നത് ഇത്തരത്തിലുള്ളൊരു ബിസിനസ്സിനെ വിജയിക്കാൻ ആവശ്യമായ എക്സ്പീരിയൻസ് എൻജിനീയേഴ്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് സെർച്ച് ചെയ്യുകയും എനിക്ക് നേരത്തെ പരിചയമുള്ള കുറച്ച് ആളുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുകയും അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയകാല സുഹൃത്ത്, അദ്ദേഹം ഇലക്ട്രിക്കൽ എൻജിനീയറാണ്. അദ്ദേഹത്തെ ഞാൻ കൂടെ വരാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം എൻ്റെ കൂടെ വരികയും അങ്ങനെ അദ്ദേഹത്തിന് 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ജുബൈലിൽ തന്നെ. എനിക്കും ഏകദേശം ആ സമയത്ത് ഒരു 10 വർഷത്തോളം 8 വർഷത്തിലേറെ അന്ന് എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ പുതിയ സ്ട്രാറ്റജി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കണ്ടെത്തുകയും മോട്ടിവേറ്റ് ചെയ്താൽ സക്സസ് ആവും എന്ന് തോന്നുന്ന എൻജിനീയേഴ്സിനെ കൂടെ നിർത്തുകയും യഥാർത്ഥത്തിൽ കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ ക്വാളിറ്റിയും അവരുടെ ഓരോ പ്രൊസീജിയറുണ്ട്. സാബിക്കിനാണെങ്കിൽ സാബിക്കിൻ്റേതായ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, മാനുവൽ പ്രൊസീജിയേഴ്സ്, അറംകോയുടെ പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയറുകളെല്ലാം വളരെ കൃത്യമായി ഡോക്യുമെൻറ്റേഷനിലൂടെയും നമ്മളുടെ പ്രൊജക്റ്റ് എക്സിക്യൂഷനിലൂടെയും നടപ്പിലാക്കിക്കൊണ്ട് തുടക്കം മുതലേ ക്വാളിറ്റിയുള്ള വർക്ക് നൽകുകയും അതുകൊണ്ട് അപ്രീസിയേഷൻ ലഭിക്കുകയും ആ പ്രീ ക്വാളിഫിക്കേഷൻ മറ്റുള്ള കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഒയാസിസ് ഹാവ് ഡൺ ദിസ് ജോബ് ഇൻ സാബിക് ആൻഡ് അറംകോ, സോ അതർ കമ്പനി ഓൾസോ വാംലി ആക്സെപ്റ്റഡ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നല്ലൊരു പേരുണ്ടാക്കാൻ കഴിയുകയും ഇന്ന് ഏത് കമ്പനിയിലും ഞങ്ങളുടെ പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ജോബ് തരാൻ കഴിയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ വർഷങ്ങളെ കൊണ്ട് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അത് ഏറ്റവും അതിന് ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അവരൊരു ടീം വർക്കായി ആസ് എ ഫാമിലി മെമ്പേഴ്സ് കൂടെ നിന്നുകൊണ്ട് തോളോട് തോള് ചേർന്ന് കമ്പനിയെ വളരെ മനോഹരമായിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. അതിൽ ബാക്ക് ബോണായിട്ട് നട്ടെല്ലായിട്ട് വർത്തിച്ചത് ലേബേഴ്സ് ആണ്. ജോലി ചെയ്യുന്ന പാകിസ്ഥാനികൾ, ഇന്ത്യക്കാർ, മലയാളികൾ, അവരെല്ലാം ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ രാത്രി 12 മണി വരെ ഒക്കെ ജോലി ചെയ്യുന്ന, ആ ജോലിക്ക് 1 മണിക്ക് വേണമെന്ന് പറയുമ്പോഴും അവർ ഉറക്കം മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ വന്ന് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. സക്സസ്ഫുൾ ഞങ്ങൾ ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. പക്ഷേ സത്യത്തിൽ ബിസിനസ് ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുവന്നത് ശരിക്കും ലേബേഴ്സാണ്. കഠിനാധ്വാനികളായ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാർ. അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങൾ മാനേജേഴ്സോ അല്ലെങ്കിൽ എൻജിനീയേഴ്സോ ഒന്നും അല്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കൃത്യമായി നടപ്പിലാക്കുന്ന ആത്മാർത്ഥതയുള്ള ഞങ്ങളുടെ തൊഴിലാളികളാണ്. സാധാരണക്കാരനായ ഒട്ടനവധി ആൾക്കാർ ചെറിയ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറിയ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൊടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു നല്ല നിലവാരത്തിലേക്ക് എങ്ങനെ ഉയരാം എന്നൊരു ചോദ്യം വന്നാൽ താങ്കളുടെ ഈ ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ഗുണപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ സമയപരിമിതി മൂലം ഞാൻ 1-2 വിഷയങ്ങൾ മാത്രം പറയാം. ഏതൊരാൾക്കും അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അവൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. അത് അവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം എൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞാൽ, എനിക്ക് 5 മണി ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് 5 മണിക്ക് ശേഷം ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരുന്നു. അത് കോബാറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നീട് ജോലിയിൽ ഉയർച്ചയുണ്ടായി. പിന്നീട് ഞാൻ ജുബൈലിൽ വന്ന് എനിക്ക് 4 മണിക്ക് ജോലി കഴിയും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്യാമ്പിൽ നിന്നും ജുബൈൽ ടൗണിലേക്ക് വന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു പ്രൈവറ്റായിട്ട്. അവിടെ പോയി ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിച്ചു. അങ്ങനെ കമ്പ്യൂട്ടർ എൻ്റെ ക്യാമ്പിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും നന്നാക്കാൻ ലാസ്റ്റ് എൻ്റെ അടുത്താണ് വരിക. എനിക്ക് 4 മണി കഴിഞ്ഞാൽ
എനിക്കൊരു ഇൻകവുമായി, എനിക്ക് വലിയ എക്സ്പീരിയൻസുമായി. അതിൽ നിന്ന് ഞാനൊരു മോട്ടിവേഷൻ എടുത്തിട്ട് ജുബൈൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അനിയനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിപ്പിക്കാൻ വിട്ടു. അവൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിട്ട് ആ ഷോപ്പിൽ ജോലി നോക്കി. നല്ല ഇൻകം വരികയും എനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള വലിയൊരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഞാൻ ക്യാമ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും പഠിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓട്ടോകാഡ് പഠിക്കാൻ പോയി. അങ്ങനെ ഞാൻ ഓട്ടോകാഡ് പഠിച്ചു. ഇന്ന് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ മരഞ്ചാട്ടിയിൽ. അതിൻ്റെ ഫുൾ ഡിസൈൻ ഞാനാണ് ചെയ്തത്. അതിൻ്റെ എലിവേഷൻ ഞാനാണ് ചെയ്തത്. അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലോർ ഡിസൈൻസ് ഞാനാണ് ചെയ്തത്. എല്ലാം ഓട്ടോകാഡിൽ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ എനിക്ക് ഓട്ടോകാഡ് പഠിക്കാൻ കഴിഞ്ഞു. ഇന്ന് എൻജിനീയേഴ്സ് ഒരു ഫയൽ റിവ്യൂവിന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുമ്പോൾ എനിക്കും അത് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് പിന്നെ ആദ്യം പോയത് 5 മാസത്തെ വെക്കേഷനാണ്. ആദ്യത്തെ 5 വർഷത്തിന് ശേഷം പോയത്. ഞാൻ തിരുവമ്പാടിയിൽ പോയിട്ട് ഞാൻ ഫോക്സ് പ്രോ പഠിക്കാൻ പോയി, വിഷ്വൽ ഫോക്സ് പ്രോ പഠിക്കാൻ പോയി. രണ്ടാമത് വെക്കേഷൻ പോയപ്പോൾ ഞാൻ കോഴിക്കോട് ജിടെക്കിൽ പോയിട്ട് അഡോബ് പ്രീമിയർ, അഡോബ് ഫോട്ടോഷോപ്പ്, ഇങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഒഴിവിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ പല തരത്തിലേക്ക് നമ്മളുടെ കഴിവുകളെ ക്രോഡീകരിക്കണം. അപ്പോൾ അവിടെ നിന്നും നമുക്ക് നമ്മളുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ള എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എങ്ങനെയാണ്, ഏതൊക്കെ വിഷയങ്ങളിലാണ് താങ്കൾ കൂടുതലും എഴുതാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു പ്രചോദനം എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. പെട്ടെന്നൊരു മറുപടി തരാൻ കഴിയില്ല. കാരണം വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ, ഞാൻ നോവലുകളായിരുന്നില്ല കൂടുതൽ വായിച്ചിരുന്നത്, ലേഖനങ്ങളായിരുന്നു. നല്ല ആഴത്തിലുള്ള ലേഖനങ്ങളാണ് കൂടുതൽ വായിക്കാറുള്ളത്. ഇപ്പോഴും ഞാൻ അങ്ങനെ ടി വി കാണാറില്ല. കാരണം എനിക്കറിയാം ടി വി കണ്ടാൽ എന്താ കിട്ടുക എന്നുള്ളത്. ആ സമയം ഞാൻ വായിക്കുകയാണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ ജുബൈലിൽ വന്നതിന് ശേഷം പല സംഘടനകളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ICF-ൻ്റെ, അതിൻ്റെ കീഴിൽ സഹായി എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്, അത് നാട്ടിലേക്കാണെങ്കിലും അതിൻ്റെ, കാരണം ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയും. അത് YCC ആയിരുന്നാലും KMCC ആയിരുന്നാലും കേളി ആയിരുന്നാലും നവോദയ ആയിരുന്നാലും ഒരു സംഘം ആളുകൾ ചെയ്യുമ്പോൾ അത് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം വലിയ സമൂഹത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഒഴിവ് സമയങ്ങളെ സാമൂഹിക സംഘടനകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിൽ എൻ്റെ പ്രവർത്തന മേഖല കൂടുതലും മതപരമായ സംഘടന വിങ്ങിലൂടെയായിരുന്നു. അതിൽ ജീവകാരുണ്യ പ്രവർത്തനം മതങ്ങൾക്കൊക്കെ അതീതമായി മാനവികതയ്ക്ക്, അത് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് നിലകൊള്ളുന്ന സാന്ത്വനം, സഹായി പോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടക്കത്തിലേ ഉണ്ട്, ഇപ്പോഴും അവരുടെ കൂടെയുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ചോദ്യം എഴുത്തിനെക്കുറിച്ചാണ്. അപ്പം പല വേദികളിലും പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്, വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ലോകത്ത് മൊത്തം അശാന്തിയാണ്. ശാന്തിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരുപാട് ദർശനങ്ങളും മതങ്ങളും അതെല്ലാം പുരോഹിതന്മാരുടെ ചില പോക്കറ്റുകളിലേക്ക് മാത്രമായി മനുഷ്യരെ മൊത്തം ഭരിക്കുന്നത് ഒരു അശാന്തി നിറഞ്ഞ ഒരു ലോകക്രമമാണ്. അത് രാജാധിപത്യമായിക്കൊള്ളട്ടെ, ജനാധിപത്യമായിക്കൊള്ളട്ടെ, ഏത് സെക്യുലർ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളുടെ ഭരണവ്യവസ്ഥിതി പോലും ജനങ്ങൾ, പ്രജകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ആരും ഹാപ്പിയല്ല. അത് ഡെവലപ്ഡ് കൺട്രി പോയിട്ട് നിങ്ങൾ അമേരിക്കയിൽ പോയാലും ബ്രിട്ടീഷിൽ പോയാലും ഇന്ത്യൻ ജനാധിപത്യമായിരുന്നാലും പാകിസ്ഥാനായിരുന്നാലും ശ്രീലങ്കയായിരുന്നാലും സാധാരണ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മളുടെ മന്ത്രിമാർ ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ഈ മന്ത്രിമാർക്ക് എത്രയോ പ്രായമായി കഴിഞ്ഞു. അവർ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പുതിയ തലമുറ വന്നു, പുതിയ തലമുറ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു, എന്നാൽ അവർക്ക് ചാൻസ് കൊടുക്കാതെ വരുന്ന, അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ തോന്നുന്നത് ചിലപ്പം നമ്മൾ കുറിച്ചിടേണ്ടി വരും. അപ്പോൾ താങ്കളുടെ നാട്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നാട്ടിലെ വിശേഷങ്ങൾ, നാട്ടിലാരൊക്കെയാണുള്ളത്, കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒക്കെ ഒന്ന് പങ്കിട്ടാൽ ഈ ഒരു അവസരം നമുക്ക് സന്തോഷകരമാകും. തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യമാണ്. എൻ്റെ ഗ്രാമം, ഇപ്പോൾ ഞാൻ ഒരു വീടുണ്ടാക്കുന്നുണ്ട്. അപ്പം പലരും പറഞ്ഞു, നീ വീടുണ്ടാക്കുമ്പോൾ നിനക്ക് ടൗൺ ബേസ് ചെയ്ത് വീടുണ്ടാക്കിയാൽ പോരെ, കാരണം മക്കളുടെ വിദ്യാഭ്യാസം തൊട്ടടുത്ത് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം CBS സിലബസ് ഒന്നും ഇല്ല.
അപ്പോൾ നിനക്ക് കുറച്ചുകൂടി ടൗണിലേക്ക് മാറിയിട്ട് ഒരു വീടുണ്ടാക്കിക്കൂടെ? കാരണം എനിക്ക് 10-15 കിലോമീറ്റർ എൻ്റെ കുട്ടികൾ യാത്ര ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ ഇവിടെ നിന്ന് അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ. ഞാൻ അവർക്ക് കൊടുത്ത മറുപടിയാണ് സത്യത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി. ഏതോ ഒരു പടിഞ്ഞാറിൻ്റെ കവി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുക. അവിടുത്തെ പശു അവന് പാൽ നൽകുന്നു, അവിടുത്തെ വൃക്ഷങ്ങൾ അവന് തണൽ നൽകുന്നു, വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ അവർക്ക് വിറക് നൽകുന്നു. അവിടുത്തെ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സംതൃപ്തവാനെന്ന്. ഞാനത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എനിക്കെൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത്. അത് മുണ്ടുകൊടുത്ത് ഒരു ചെറിയ കള്ളി മുണ്ടെടുത്തിട്ടാണെങ്കിലും എൻ്റെ അങ്ങാടിയിലൂടെ ഒന്ന് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ആ സുഖമൊന്നും ഞാൻ ഏത് മെട്രോ സിറ്റിയിൽ പോയാലും എനിക്ക് കിട്ടില്ല. നടന്നു പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണാൻ കഴിയും, അവരോടൊന്ന് ചിരിക്കാൻ പറയും. ആ ഒരു ഫീലിംഗ് കിട്ടാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന എൻ്റെ ഗ്രാമത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ താഴേക്കടയിൽ നിന്ന് വന്നു എന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നത്തെ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത്, സാർ ഈ റബ്ബർ വെട്ടി എന്ന് പറയുന്ന ആ ജോലി കഴിഞ്ഞിട്ടും അതിനോടൊപ്പം തന്നെ പഠനം കൊണ്ടുപോയിട്ടുണ്ടോ? സത്യത്തിൽ ഉപ്പയായിരുന്നു റബ്ബർ വെട്ടിയിരുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം വലുതായി. അങ്ങനെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഉള്ളതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് 180 മരം വെട്ടിയിരുന്നു. അത് വെട്ടി പാലെടുത്ത് അരിച്ചതിന് ശേഷമാണ് ഞാൻ 9 മണിക്ക് മരഞ്ചാട്ടിയിൽ നിന്നും ബസ്സിൽ കയറിയിട്ട് മുക്കത്തേക്ക് കോളേജിലേക്ക് പോയിരുന്നത്. ആ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പറമ്പിൽ തന്നെയാണ് ഞാൻ വെട്ടിയത്. അത് മറ്റൊരു ക്രിസ്ത്യൻ ആയിരുന്നു, ജയ്മോൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 150 മരം വെട്ടി പാലെടുത്ത് അരിച്ചതിന് ശേഷമാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. അതിനേക്കാൾ ഏറെ വലിയ എന്നെ ഇടയ്ക്കൊക്കെ ചിന്തിപ്പിച്ചിട്ട് എനിക്ക് ഒരു വല്ലാതെ ദുരന്തമൊക്കെ ആയിട്ട് തോന്നിയൊരു ഇതുണ്ട്. പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുന്നത് മാവൂർ NIT കോളേജ് എൻ്റെ അടുത്താണ്, മാവൂർ സ്കൂളിലാണ്. അത് രാവിലെ നമ്മൾ 7 മണിക്ക് ആണ് ബസ്സിൽ പോയിട്ട് അവിടെ പോയിട്ട് പരീക്ഷ എഴുതേണ്ടത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഷീറ്റ് അടിച്ചതിന് ശേഷമാണ് അന്ന് ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നത്. അങ്ങനത്തെ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ആ പ്രീ ഡിഗ്രി ഒറ്റ എഴുത്തിന് പാസ്സായി. അപ്പോൾ താങ്കളുടെ കുടുംബത്തിൽ ഇപ്പോൾ നാട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയുണ്ട്? വിവരങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നാട്ടിൽ ഈ വളർച്ചകളൊക്കെ കണ്ടുവന്ന ഒരാൾ ആയിരുന്നു എൻ്റെ ഫാദർ. പക്ഷേ ഫാദർ 3 വർഷം മുമ്പ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. ഇപ്പോൾ ഉമ്മയുണ്ട്. ഉമ്മ ഞങ്ങളെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഹജ്ജൊക്കെ ചെയ്തു, 2 ഉംറ ചെയ്തു. അങ്ങനെ ഉമ്മ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ 3 ആൺമക്കളാണ്, ഒരു പെണ്ണും ഭാര്യയുടെ. അവരെല്ലാവരും കമ്പനിയിൽ തന്നെയാണുള്ളത്. പിന്നെ എൻ്റെ ഭാര്യ ഞങ്ങൾ 10 വർഷത്തിലേറെയായി എൻ്റെ കൂടെ തന്നെ. ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. വൈഫിൻ്റെ പേര് ജസ്ന എന്നാണ്. പിന്നെ മക്കൾ, മൂത്ത മകളാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രഹന എന്നാണ് പേര്. രണ്ടാമത്തത് സൽമാൻ ഫാരിസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ സന എന്ന് പറഞ്ഞ ചെറിയ മോള് LKG പഠിക്കുന്നു. 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരാണും. അങ്ങനെ വളരെ മനോഹരമായിട്ട് സന്തോഷകരമായിട്ട് പോകുന്നു. ബിസിനസ് സംബന്ധമായ ഒരുപാട് തിരക്കുണ്ട്. ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി 12:30 വന്നു. പരാതികളില്ല. അവരെല്ലാം എൻ്റെ ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വീട് പണിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ അവരെ സെറ്റിൽ ചെയ്യണമെന്നുള്ളൊരു കാരണം. പ്രവാസി എന്നതിനർത്ഥം തന്നെ തിരിച്ചു പോകേണ്ട ഒരാൾ എന്നതാണ്. പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസിക്ക് ഇവിടെ ഗ്രീൻ കാർഡും ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ള. അപ്പം ഞാനും അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഫാമിലിയെ അവിടുത്തെ ചൂടും ചൂരുമൊക്കെ അറിഞ്ഞ് അവരവിടെ വളരട്ടെ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ. ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്, ബിസിനസ് സംബന്ധമായിട്ടുള്ളതും മറ്റു മേഖലകളിലും? ഓയാസിസ് ബിസിനസ് സിസ്റ്റം എന്ന സ്ഥാപനത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സർവീസ് പ്രൊവൈഡറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞങ്ങൾ 90% അച്ചീവ് ചെയ്തു കഴിഞ്ഞു. 2016-17 കാലഘട്ടങ്ങളിലേക്കുള്ള എല്ലാവിധ ബിസിനസ് സ്ട്രാറ്റജിയും ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ മേഖലകളിൽ ഒട്ടുമിക്ക കമ്പനികളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക.
അതിനൊക്കെ ആവശ്യമായ വിസ ഇപ്പോൾ സൗദി അറേബ്യ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഒരു സംരംഭം വരുന്നത് ഒരു ഓഫീസ് ഓട്ടോമേഷൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഷോപ്പ് ഓഫീസ് സംബന്ധമായ എക്യുപ്മെൻറ്റ്സിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട്. പിന്നെ നാട്ടിൽ ചില ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2017-18 കൂടി അത് സ്റ്റാർട്ട് ചെയ്യും. അതെന്താണെന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറയുന്നില്ല. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണ് ജുബൈൽ, സൗദി അറേബ്യ. ഇപ്പോൾ വന്നിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിക്കവർ ചെയ്യാനുള്ള പ്ലാൻ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതിന് ഭരണകർത്താക്കൾക്ക് ശേഷി ഉണ്ട്. അതിൽ കൃത്യമായി ഒയാസിസ് ബിസിനസ് സിസ്റ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നേടിയെടുക്കുക, അതിനുള്ള എല്ലാ ബിസിനസ് തന്ത്രങ്ങളും മെനഞ്ഞ് നല്ല ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക, തൊഴിലാളികൾക്ക് എല്ലാവിധ ക്ഷേമങ്ങളും ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഭാവി. ഇനിയും തുടർന്നും വൻ വിജയങ്ങളിലേക്ക് താങ്കൾ എത്തട്ടെ. താങ്കളുടെ മനസ്സും അതോടൊപ്പം തന്നെ താങ്കളുടെ എഴുത്തും വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക. ഞങ്ങളുടെ വിരുന്ന് ടീമിൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് സാർ. താങ്ക് യു വെരി മച്ച്. നന്ദി. താങ്ക് യു വെരി മച്ച്.